കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയൊരു ചർച്ച സജീവമാവുകയാണ്. തമാശക്കാരനായും ക്യാരക്ടർ നടനായും നമ്മൾ വെള്ളിത്തിരയിൽ കണ്ട പ്രേംകുമാർ ഇനി നിയമസഭയിൽ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുകയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കപ്പെട്ടതിന് പിന്നാലെ ഇടതു മുന്നണിയുമായി അകന്ന പ്രേംകുമാർ തൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുകയാണ്. അതും സ്വന്തം തട്ടകമായ കഴക്കൂട്ടത്തു നിന്നും. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും തന്നെ നീക്കിയ നടപടിയിലെ അതൃപ്തി പ്രേംകുമാർ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. യാത്രയയപ്പ് പോലും നൽകാൻ തയ്യാറായില്ല എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. കോളേജ് കാലത്ത് താൻ ഒരു KSUക്കാരനായിരുന്നുവെന്ന അദ്ദേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ അത് ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചനയായി മാറുകയാണ്. നിലവിലെ വാർത്തകൾ പ്രകാരം AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ പ്രേംകുമാറുമായി ടെലിഫോണിൽ ബന്ധപ്പെടുകയും കോൺഗ്രസിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇതിനു പുറമെ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥിയായി പ്രേംകുമാറിനെ പരിഗണിക്കുന്നതായാണ് വിവരവും. കടകംപള്ളി സുരേന്ദ്രൻ പ്രതിനിധീകരിക്കുന്ന കഴക്കൂട്ടം മണ്ഡലത്തിൽ ഒരു പ്രമുഖ വ്യക്തിത്വം വരുന്നത് മത്സരം കടുപ്പിക്കുമെന്നതാണ് UDF കണക്കുകൂട്ടുന്നത്. പ്രേംകുമാറിനെ അനുനയിപ്പിക്കുവാൻ CPM നേതാവായ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും പക്ഷേ അത് വിജയിച്ചിട്ടില്ല. തൻ്റെ കുടുംബം കോൺഗ്രസ് പശ്ചാത്തലമുള്ളതാണെന്നും താൻ ഒരിക്കലും CPM അംഗത്വം സ്വീകരിച്ചിട്ടില്ല എന്നും പ്രേംകുമാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായ പാർട്ടി പ്രവേശനം ഉണ്ടായേക്കും. അങ്ങനെയാണെങ്കിൽ കഴക്കൂട്ടം ഇത്തവണ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയേക്കും. സിനിമയിലെ ആ ഒരു പഴയ നായകന് രാഷ്ട്രീയ ഗോതയിൽ ശോഭിക്കുവാൻ കഴിയുമോ? ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.